സാറേ സാറേ ആരാ? ആ ആ എന്താ? നമസ്കാരം. നമസ്കാരം നമസ്കാരം. എൻ്റെ പേര് ക്ലീറ്റസ് എന്നാണ്. ആയിക്കോട്ടെ. ഒരു പൊതുപ്രവർത്തകനാണ്. അതെ അല്ലേ? സാറ് പാലക്കാട് നിന്ന് പാലക്കാട് പിന്നെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. നമ്മൾ ഈ പൊതുപ്രവർത്തകരാകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം. തീർച്ചയായും പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഓക്കെ. ശരി സാറേ. പഴയ വില്ലേജ് ഓഫീസറും ഞാനോട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. നമുക്കും അതുപോലെ തന്നെ നല്ല കൂട്ടായിട്ട് പോവാം. സംഭവം അതെ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് പരിചയപ്പെട്ട് പോകാമല്ലോ എന്ന് കരുതി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ വേറെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്നത് നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ചെറിയൊരു പ്രമാണിയുണ്ടേ. അറിയായിരിക്കും. ഫൈനാൻസ് ഒരുപാട് സംഭവങ്ങളുണ്ട് ആൾക്കാർ. സുരേന്ദ്രൻ കേട്ടിരുന്നു. അപ്പോൾ ഈ സുരേന്ദ്രൻ മുതലാളി ഇപ്പോൾ അടുത്തായിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ തിയേറ്ററിന് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പണിയണുണ്ടേ. അതിന്റെ ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നല്ലോ. അതിന്റെ എലിക എടുത്തതിനകത്ത് ദിശയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് പിന്നെ 90-ലുള്ള സർവേ ആണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് എടുത്തതാണ്. അന്ന് അതങ്ങനെ മാറി കിടക്കുകയാണ്. അല്ല അതിപ്പോ അതൊന്ന് ക്ലിയർ ആക്കാൻ ക്ലിയർ ആക്കാൻ വേറെ ഒന്നുമല്ല. നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ അവർ റീസർവേക്ക് കൊടുക്കും. എന്നിട്ട് അത് അതിന്റെ നിയമ നടപടികളൊക്കെ കറക്റ്റായി. ഈ റീസർവേക്ക് ചെയ്തു വരാൻ എത്ര സമയം എടുക്കും? 1 വർഷം. അത്രേ ഉള്ളൂ. അത്ര എടുക്കും. 1 വർഷം. ഇത് മുതലാളി ആകെ ഒരു ടെൻഷനിലാണ്. ഇത് കെട്ടി ഉടനെ ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനില്ല. അല്ല, വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം 1 വർഷം എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ കാലാവധിയാണ്. അറിയാം സാറേ. ഇതിപ്പോൾ വില്ലേജ് ഓഫീസിൽ 1 മിനിറ്റ് കൊണ്ടും 1 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും കാര്യങ്ങൾ നടക്കും നമുക്കറിയാം. അറിയല്ലേ? അപ്പോൾ അതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ദിശയെ ഒന്ന് ഇങ്ങനെ തിരിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. അല്ല, ഇങ്ങനെ ഇരിക്കുന്ന ദിശയെ ഇങ്ങനെ ഒന്ന് തിരിക്കണം. ഞാൻ തിരിക്കൂല. അല്ല, വെറുതെ തിരിക്കൂല. ആരും തിരിക്കൂല. എനിക്കറിയാം. അത് സാറ് പറഞ്ഞു എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടത്. അല്ല, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിക്കില്ല. സാർ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, അത് ഞാൻ റെഡിയാക്കി തരാം. അല്ല, ഇതിനൊക്കെ ഇവിടെ ഒരു കണക്കുണ്ടാവുമല്ലോ നിങ്ങളുടെ ഇടയിൽ, ഈ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ഞഞ്ഞാവിഞ്ഞ കേസുകൾക്കൊക്കെ ഇവിടെ കുറഞ്ഞത് 5000 രൂപ വില്ലേജ് ഓഫീസർ. 5000 രൂപ അല്ലേ? ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? ഇയാൾ പല വില്ലേജ് ഓഫീസർമാരെയും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നെ ആ കണക്കിൽ ഇയാൾ കൂട്ടരുത്. അല്ല, ഇയാൾ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആളെ ഇവിടെ വന്നിട്ട് എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്യുന്നു. ഇയാളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? കുറഞ്ഞു പോയി. അല്ല, എന്നെ സ്വാധീനിക്കാനാണോ ഇയാൾ ഉദ്ദേശിച്ചത്? അല്ല, 5 2 അല്ല, 1 ലക്ഷം ആക്കിയാലും പറ്റില്ല. നിയമം വിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കില്ല. സാറേ, ക്ലീറ്റസിനെ കുറിച്ച് സാറിന് ശരിക്കും അറിഞ്ഞിടാത്തോണ്ടാണ്. ക്ലീറ്റസ് വിചാരിച്ച ഇവിടെ പലതും നടക്കും. ഭീഷണിയാണ്. ഭീഷണിയാണെന്ന് വെച്ചാൽ ഭീഷണിയാണെന്ന് കൂട്ടിക്കോ. എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത്? ഇയാളെ പോലെ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണോ ഞാൻ ഇങ്ങനെ വന്നത്? കേരളം മുഴുവൻ എല്ലാ വില്ലേജ് ഓഫീസിലും പോയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സാറ് പോവാത്ത വില്ലേജ് ഓഫീസ് ഇനിയും കാണാം. അവിടെ ഞാൻ അല്ല, പോകാൻ എനിക്ക് അവിടെ താല്പര്യപ്പെട്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അല്ല, ഇയാൾ ചെയ്യേ കേട്ടാ. തന്റെ വീട്ടിൽ വന്നോണ്ടാണ് ഞാൻ ഇത്ര മര്യാദയായിട്ട് സംസാരിക്കുന്നത്. അല്ല, എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ് തന്റെ അടുത്ത് ഇത്ര മര്യാദയായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇയാളെ പോലീസ് എന്താ എനിക്ക് പേടി? അല്ല, ഇയാൾക്ക് പേടിയില്ലാന്നറിയാം. പക്ഷെ ഇവിടെ ഇത് നടക്കില്ല. സാറ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തന്നാൽ മതി. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല. ശരി, കാണാം. ഇതുവരെ വന്നില്ലല്ലോ. ഇനി ഡാഡി പറ്റിക്കോ അമ്മ? ഇല്ല, ഡാഡി പോവാന്ന് പറഞ്ഞില്ലേ. ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നാളെ പോയാ മതിയായിരുന്നു. അല്ലെങ്കിൽ പിണങ്ങോളൂ എൻ്റെ അടുത്ത്. എന്റെ പെണ്ണെ കൊണ്ടുപോകും നീ പറഞ്ഞതല്ലേ ഡാഡിനോട്. ഡാഡി വന്നില്ലല്ലോ. ഡാഡി അതെ വന്നു. എന്റെ ഭാര്യയ്ക്കും മോൾക്കും നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ്. കുറച്ച് മുറുക്ക്. അയ്യോ, നിനക്കും ഇല്ലേലും ഇടക്കിടക്ക് തല കറക്കണം. ഇത് മുറുക്ക്, അച്ചപ്പ ഒന്നുകൂടെ കറങ്ങിക്കും. ഇച്ചിരി ബേക്കറി സാധനം മേടിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പഴേ അറിയാവുന്ന ഡാഡി വാങ്ങുന്നല്ലേ. ഒരു നിമിഷം, ഒരു കാര്യം കൂടെ ഉണ്ട്. ചിട്ടിക്ക് കൊടുക്കാൻ ഇനി പൈസ തന്നില്ല എന്ന് വേണ്ട. അയൽക്കൂട്ട ചിട്ടിക്ക് കൊടുത്തു. ലൈഫ് ഷർട്ട് കൊടുത്തോളൂ. ഇത് എന്റെ മകൾ ചുളുക്കല്ലേ. തുറക്കണ്ട, അതങ്ങനെ നല്ല രസമുണ്ടായി. രസം ഉണ്ടാവണമല്ലോ. അതൊന്നും നോക്കണ്ട. ഇനി കൂടെ അവരുടെ ഒരു ഗമ എന്റെ മോക്കും ഭാര്യയ്ക്ക് ഉണ്ടായില്ല എന്ന് വേണ്ട. എന്റെ ക്ലീറ്റോ, ഞാനിത് ഒട്ടും വിചാരിച്ചില്ല. ചെറുപയർ വച്ച സൂപ്പർ.
നല്ല രസമുണ്ട് ക്ലീറ്റോ. എനിക്ക് കളർ ഇല്ലായിരുന്നു. എന്താണിയാണോ ക്ലീറ്റോ? ഈ മുമ്പ് ഒരു പ്രാവശ്യം ജമന്തി ഏതൊരു സാരി എടുത്തോണ്ട് വന്നപ്പോ പറഞ്ഞല്ലോ നിനക്ക് അത് കളർ വേണമെന്ന്. ഈ കളർ തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. അത്രേ അറിഞ്ഞാ മതി. താങ്ക് യു. പിന്നെ കാർ രാവിലെ വരും, ഒരു കുറവുണ്ടാവണ്ട. അതിന് വീട് എവിടെന്ന് അറിയാമോ? അതറിയാൻ എന്തിനാ? പുതിയതായിട്ട് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്ന വില്ലേജ് ഓഫീസിന്റെ വീട് ഏതാന്ന് ആർക്കും അറിയാം. ചോദിച്ചാൽ മതി അവിടെ. എളുപ്പല്ലേ? അല്ല, ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡിക്ക് അറിഞ്ഞൂടെ വീട്? പുതിയ വില്ലേജ് ഓഫീസറാ. അപ്പൊ വില്ലേജ് ഓഫീസിന്റെ മോളൊക്കെ ഇട്ട കൂട്ട്. പിന്നെ എന്ത് വിചാരിച്ച എല്ലാരും നല്ല ടീംസാ, വലിയ ആൾക്കാരാ. ഡാഡിക്കും മോക്കും വലിയ ഉന്നതങ്ങളിലെ പിടി. എന്ത് ചെയ്യണേ? വാ വാ വാ, നേരത്തെ കിടന്നു രാവിലെ ഇരുന്നേക്കണം. സൂക്ഷിച്ചു വെച്ചാണേ. അമ്മ അടുക്കള കൊണ്ട് വെച്ചിട്ട് വരാം. വിട്, ഇതങ്ങോട്ട് കൊണ്ടുവാ. അലമാരിലോട്ട് വെക്ക്. ആ കിടക്കണില്ലേ ക്ലീറ്റോ? ഓ ഓ ഓ വാ, ഉടുപ്പൊക്കെ മാറ്. ക്ലീറ്റോ, ആ ഞങ്ങളിതേ കിടക്കുവാണേ, വരുന്നില്ലേ? ആ വരാം, ഞാൻ വരാം.